പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ അല്ലേ. എല്ലായിടത്തും മഴയൊക്കെ കിട്ടിയോ? ഞങ്ങൾക്കാണെങ്കിൽ നല്ല മഴയുണ്ട് കേട്ടോ. ആലപ്പുഴ ജില്ലയിൽ പല സ്ഥലത്തുമായിട്ട് നല്ല മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ കൃഷി കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് ചൂട് കൂടിയ സമയമാകുമ്പോഴത്തേക്കിനെ ഈ ചെടികളിലൊക്കെ എളുപ്പം കീടബാധ ഉണ്ടാവും, മുരടിപ്പുണ്ടാവും, അതുപോലെ തന്നെ ഇല കരിച്ചിലുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. സ്യൂഡോമോണസ് പോലെയുള്ള മിത്രകുമിൾനാശിനികൾ ഉപയോഗിക്കുക, അത് നല്ലതാണ്. പിന്നെ വെള്ളം രാവിലെയും വെയിലിന് ചൂടാകുന്നതിന് മുമ്പ് തന്നെ വെള്ളം നമ്മൾ ഒഴിക്കണം. രാവിലെയും വൈകിട്ടും ഒഴിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുതയിടണം. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ പരുക്കില്ലാതെ രക്ഷപ്പെടാം. നന്നായിട്ട് നനച്ചു കൊടുക്കണം. മണ്ണ് തണുക്കുന്നതും വരെ നനയ്ക്കണം. പിന്നെ പുതുതായിട്ട് പച്ചക്കറിയൊക്കെ നടുന്നുണ്ടോ എല്ലാവരും? അതോ എല്ലാവർക്കും മടുപ്പാണോ? മടുപ്പൊന്നും വേണ്ട കേട്ടോ. എല്ലാവരും പച്ചക്കറികളൊക്കെ നട്ടുകൊണ്ടേയിരിക്കണം. നമ്മൾ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ കാണണം. ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആക്കിയാൽ ഒത്തിരി വീഡിയോസ് ഓരോരുത്തരും ഇടുന്നുണ്ട് കൃഷിയെക്കുറിച്ചൊക്കെ. അപ്പോൾ അതൊക്കെ കാണണം. നമ്മൾ ഓരോ വീഡിയോകളും കൃഷിയെക്കുറിച്ച് കാണുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും നടണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം തോന്നുന്നത്. അത് നമ്മുടെ മനുഷ്യരെല്ലാവരും അങ്ങനെയാണ്. മറ്റുള്ള എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോഴും അതിനെക്കുറിച്ച് അറിയുമ്പോഴുമാണ് നമുക്കും അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റ് യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ കാണണം. അത് കണ്ടതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഞാനും കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കങ്ങനെ വീഡിയോസൊക്കെ കൂടുതലായിട്ട് പുറത്തോട്ട് പോയി ഇടാനൊക്കെ ഒക്കുന്നില്ല. അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതും ഇടുന്നതുമായ ആൾക്കാരുടെ വീഡിയോ ഒക്കെ കാണുമ്പം അയ്യോ അതുപോലത്തെ പച്ചക്കറികൾ നമുക്ക് നടാം, അല്ലെ തക്കാളി നടാം എന്നൊക്കെ നമുക്ക് മനസ്സിനൊരാഗ്രഹം വരണം. അപ്പം നിങ്ങളതൊക്കെ കാണുകയും അതുപോലെ നല്ല നല്ല പച്ചക്കറികൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടാകുകയും അതിനോട് സ്ഥിരമായ ഒരാഗ്രഹം നമുക്കുണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് പച്ചക്കറി ഒഴിയാതെ ഇരിക്കും. നമുക്ക് നല്ല ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറികൾ പറിച്ചെടുക്കുകയും ചെയ്യാം. അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടണം. എനിക്ക് കമൻറ്റ് വരുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്കൊക്കെ കമൻറ്റ് ഇടുകയും ചെയ്യണം. ഞാൻ കൂടുതലും കാണിക്കുന്ന എൻ്റെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു കൃഷികളൊക്കെയാണ് ഞാനും നിങ്ങളെ കാണിക്കുന്നത്. എനിക്ക് സമയം കിട്ടാറില്ല, അതുകൊണ്ട് സ്ഥലപരിമിതിയുമാണ്. അപ്പം ചെറിയ രീതിയിലുള്ള ഗ്രോബാഗ് കൃഷികളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ഉണ്ടാകണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ.